ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തമർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ജിദ്ദയിലുള്ള അരാസാത്തിലെ ഒരു വില്ലയിലേക്കാണ്. സഹീർ ഖാൻ്റെ കുഴിമന്തിയാണ് ഇന്നത്തെ വിഭവം. ഇന്നത്തെ താരം ഈ ഡ്രമ്മാണ്. കുഴിമന്തി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന അടുപ്പാണിത്. ഇതിൻ്റെ ഉൾഭാഗം ഒരു ഇഷ്ടികയുടെ വീതിക്ക് മണ്ണ് തേച്ച് പിടിപ്പിച്ചതാണ്. ഇരുമ്പ് കൊണ്ടുള്ള 2 തട്ടുകളും മന്തിച്ചോറുണ്ടാക്കുന്നതിനുള്ള ഒരു പാത്രവും ഇതിൻ്റെ ഭാഗമാണ്. ഇവരാണ് ഇതിലെ മറ്റു 2 താരങ്ങൾ, അഷ്റഫും ഷെഫീഖും. ആദ്യമായി ഈ ഡ്രമ്മിനകത്ത് വിറകിട്ട് കത്തിച്ച് നല്ല കണലാക്കിയെടുക്കുന്നു. അതിനുശേഷം ഏകദേശം 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്തു വച്ച ചിക്കൻ തട്ടുകളിലും മന്തിക്കുള്ള അരി ഏറ്റവും അടിയിലെ പാത്രത്തിലുമായി ഈ അടുപ്പിലേക്ക് വയ്ക്കുന്നു. അലൂമിനിയം ഫോയിലും മറ്റുമായി നന്നായി സീൽ ചെയ്തതിനു ശേഷം 3 മണിക്കൂറിൻ്റെ ഒരു നീണ്ട കാത്തിരിപ്പാണ് മന്തിക്കായി. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കപ്സ മസാലയും ഒലിവ് ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്തുണ്ടാക്കുന്ന ഒരു മസാലയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മസാലയുടെ രഹസ്യം പോലെ തന്നെ ചിക്കൻ്റെ സ്വാദ് അതീവ രുചികരമാണ്. മാരിനേറ്റ് ചെയ്തതിനു ശേഷം ചിക്കൻ 3-4 മണിക്കൂർ വയ്ക്കുന്നു. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നതാണ് മന്തിച്ചോറിൻ്റെ കണക്ക്. സാദാ ബസ്മതി അരിയാണ് ഇവർ മന്തിക്ക് ഉപയോഗിക്കുന്നത്. ഏലക്കായും ഗ്രാമ്പുവും ഉണങ്ങിയ ചെറുനാരങ്ങയും ജാതിപത്രിയും ഒലിവ് ഓയിലും ഉപ്പും ബേ ലീവ്സും കറുവാപ്പട്ടയും ചേർത്ത് ചോറിനുള്ള വെള്ളം നന്നായി ഇളക്കിയതിനു ശേഷം കഴുകി വൃത്തിയാക്കിയ അരി ഇതിലേക്കിടുന്നു. ചോറിൻ്റെ രുചി കൂടുതൽ സ്വാദിഷ്ടമാക്കാൻ വേണ്ടി 2 സവാളയും കുറച്ച് പച്ചമുളക് കൂടി ഇവർ ചേർക്കുന്നുണ്ട്. അരിയിട്ട പാത്രത്തിന് മുകളിൽ 2 തട്ടുകളിലായി മാരിനേറ്റ് ചെയ്തു വച്ച ചിക്കൻ നിരത്തി വയ്ക്കുന്നു. ഇത് ഇങ്ങനെയേ അടുപ്പിലോട്ട് പോകുന്നു. അങ്ങനെ ആ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മന്തി ഡയറക്ടറുടെ പ്രഖ്യാപനം വന്നു. മന്തി എടുക്കാൻ സമയമായെന്ന്. ആരാണ് ആ ഡയറക്ടർ എന്നറിയണ്ടേ? ഷാഹിർ വാഴയിൽ പിന്നെ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമുള്ള ആളാണ്. ഇനിയുള്ള ഭാഗം നിങ്ങൾ ലൈവായിട്ട് കണ്ടോളൂ. ആരതിൻ്റെ പിന്നെ സാഹിർ മൊഹല്ലിമ് സാഹിറാണ്. സാഹിർ വാഴയിൽ ലൈറ്റ് ഇല്ല, ഇതിനുള്ളിൽ ലൈറ്റ് അടിക്ക്, ടോർച്ച് അടിക്കുക. അള്ളാഹൊക്കെ പാടെ കരിഞ്ഞിക്കണോ സാഹിറെ? ഏതാ ടോർച്ചില്ലല്ലോ, കേട്ടോ അടിക്കണേ. ഇവ മാഷാല്ലാ മാഷാല്ലാ, ഇതാക്കണം സംഭവമൊക്കെ കിട്ടില്ല. ഇങ്ങനെ എടുത്താൽ ചൂടുണ്ടോ? നിലത്ത് കിടില്ല കേട്ടോ, നിലത്ത് കിടില്ല കേട്ടോ. ഇവ
മക്കളെ ഇതാണ് സാധനം. ഇതാണ് സാധനം. മന്തി മന്തി. ഇതിന്റെ ആള് ഇതാണ്. സാഹിർ വാഴയിൽ വാഴത്തോട്ടത്തിൽ. അല്ല, വാഴത്തോട്ടത്തിൽ. അപ്പൊ അതെങ്ങനെയൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെയ്യട്ടോ. പിടിച്ചോട്ടോ വിടലിട്ടോ. ഒരു എവിടെയെങ്കിലും പോയാലും കൂടി കണ്ടു കിട്ടൂല. അതെ, ഇനി പോയാലും കൂടി കിട്ടൂല. ഈ മാസം വരണോ? കൊണ്ടുപോയി തിന്നൽ തുടങ്ങി. പിന്നെ ഇത് നാണിയാണ് വിളമ്പണത്. ചേമ മാസ്കൊക്കെ വെച്ചുകൊണ്ട് ഇത് ഇടയ്ക്കരയുടെ താരം ഭായ് ഗഫൂർ, പായമ്പാടം ഗഫൂർ, അസീസ് ആനപ്പട്ടത്ത് കമ്പളക്കല്ല്, സമത ഇടയ്ക്കര, ഇതിൻ്റെ പ്രിയപ്പെട്ട അളിയൻ കുട്ടിമാൻ എടക്കര. ഇത് അഷറു പുളിക്കൽ കൊണ്ടോട്ടി കരിപ്പൂരിൻ്റെ താരാണിത്. എന്തെങ്കിലും ഷഫീഖ് പിന്നെ കാരക്കുന്നിൻ്റെ താരാണ് കേട്ടോ. പിന്നെ ഇനി ഞാൻ ഇത് കാണിച്ചു തരാൻ നിന്നാൽ പിന്നെ ഓല് നിന്ന് തീർക്കും, അതാണുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് അടുത്ത തവണയും കാണും വരെ ബൈ ബൈ.